നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ പഠിക്കുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുറച്ച് സെക്ഷനുകളെക്കുറിച്ചാണ്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന പേരിലും ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന കുറച്ച് സെക്ഷനുകളാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം നോക്കുന്നത് IPC സെക്ഷൻ 339 IPC സെക്ഷൻ 339. ഇതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 126 സബ് ക്ലോസ് 1 എന്ന പേരിലാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നൊരു അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 19ാമത്തെ ആർട്ടിക്കിളിൻ്റെ സബ് ക്ലോസിൽ പെടുത്തിയിരിക്കുന്നതാണ്. D ആണ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എനിവെയർ ഇൻ ഇന്ത്യ ഫ്രീലി വിത്തൗട്ട് ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയരഹിതമായിട്ട് ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുവാനായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അവകാശമാണ്. പക്ഷേ അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എന്താണ്, റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്ന പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ചുമത്തുവാൻ പറ്റും. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൊതുവഴിയിലൂടെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സഞ്ചരിക്കുവാനായിട്ട് അനുവാദമുള്ള അവകാശമുള്ള വഴിയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. തടസ്സപ്പെടുത്തുവാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയിലൂടെ അന്യായമായിട്ട് അവകാശമില്ലാതെ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ അത് ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥന് തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ അവകാശമുള്ള വഴിയിലൂടെയാണെങ്കിൽ അത് സാധിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവകാശി തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. IPC സെക്ഷൻ 339 ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 126 സബ് ക്ലോസ് 1 പ്രകാരമാണ് ഇതുള്ളത്. ഇനി ഇതിനെ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തൽ, അവകാശി തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരു ശിക്ഷയുണ്ട്. എന്താണ് ആ ശിക്ഷ എന്നറിയാമോ? IPC 341 അല്ല, IPC സെക്ഷൻ 341 ഇവിടെ പറയുന്നത്. എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 126 സബ് ക്ലോസ് 2 പ്രകാരമാണ്, അല്ലെ? ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 126 സബ് ക്ലോസ് 2 പ്രകാരമാണ് ശിക്ഷ ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ ശിക്ഷയായിട്ട് പറയുന്നത്? പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് എന്നാണ് ഇത് പ്രതിപാദിക്കുന്നത്. അന്യായ തടസ്സപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശിക്ഷയാണ് ഇവിടെ പറയുന്നത്. അന്യായമായിട്ട് തടസ്സപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിക്ഷയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ബെയിലബിൾ ഒഫൻസ് ആണ് ഇത്. അതായത് അന്യായമായിട്ടൊരു വ്യക്തിയുടെ വഴി തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് IPC 341. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ ഇതിനെ BNS സെക്ഷൻ 126 സബ് ക്ലോസ് 2 പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ ഒഫൻസ് റെസ്ട്രെയിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അന്യായമായിട്ട് ഒരു വ്യക്തിയുടെ വസ്തു തടസ്സപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനെക്കുറിച്ച് ശിക്ഷയാണ് ഇത്. ഒരു ബെയിലബിൾ ഒഫൻസ് ആണ്. എന്നിരുന്നാലും 1 മാസം തടവും 500 രൂപ പിഴയുമാണ് IPC പ്രകാരമുള്ളത്. 1 മാസം തടവും 500 രൂപ പിഴയുമാണ് IPC പ്രകാരമുള്ളതെങ്കിൽ, ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിലോ 1 മാസത്തെ തടവുണ്ട്, അതേപോലെ തന്നെ 5000 രൂപ വരെ പിഴയും ഉള്ളതാണ്. 1 മാസത്തെ തടവും 5000 രൂപ വരെ പിഴയും ഉള്ളതാണ് ഇത്. ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 340B ആണ്. സെക്ഷൻ 340B എന്താണ്? IPC സെക്ഷൻ 340B ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 127 സബ് ക്ലോസ് 1 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 127 സബ് ക്ലോസ് 1 എന്താണത്? റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയും, അല്ല? റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് അന്യായ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 340B പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 127 സബ് ക്ലോസ് 1 പ്രകാരവുമാണ് ഇത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. അന്യായ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നു. നിശ്ചിത പരിധിക്ക് പുറത്ത് പോകുന്നതിന് ഒരു വ്യക്തിക്ക് നിശ്ചിത പരിധി, അതായത് ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ട് അയാൾക്കൊരു പരിധി കൽപ്പിക്കുകയാണ്. ആ പരിധിക്ക് അപ്പുറത്ത് നീ പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അയാളെ തടവിലാക്കുന്നതിന് തുല്യമാണ്. അപ്രകാരം ഒരു വ്യക്തിയെ അയാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് തടവിൽ വയ്ക്കുന്ന പ്രക്രിയ, അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താണ്? റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന ഒരു സെക്ഷനിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഇപ്രകാരം റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ ഒരു വ്യക്തിയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൽ, അതായത് അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരു ആളുണ്ടാകുമല്ലോ, ആ
ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഒരാളെ അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിക്കുന്നത് അയാൾക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 342 എന്ന് പറയുന്നത്. IPC സെക്ഷൻ 342 ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 127 സബ്ക്ലോസ് 2 എന്നും പറയും. സെക്ഷൻ 127 സബ്ക്ലോസ് 2 എന്താണ് ഇവിടെ പറയുന്നത്? പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറയും അല്ലെ. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ്. ഇത് 1 ഇയർ തടവ് അല്ലെ, 1 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ഇവിടെ. 1 വർഷം തടവ് 1000 രൂപ പിഴയാണ്. ബെയിലബിൾ ഒഫൻസ് ആണ് അല്ലെ. 1 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിയെ അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചാൽ പറയുവാനായിട്ടുള്ളത്. ഇനിയോ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 1 ഇയർ തടവും 5000 രൂപ പിഴയുമാണ് ഇത്തരത്തിലൊരു വ്യക്തിയെ അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വ്യക്തി അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ശിക്ഷയാണ് IPC സെക്ഷൻ 342. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 127 സബ്ക്ലോസ് 2 ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ് ഇത്. 1 ഇയർ തടവാണ്, 1000 രൂപ പിഴയും. ബെയിലബിൾ ഒഫൻസ് ആണ് അല്ലേ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 1 വർഷം തടവും 5000 രൂപ പിഴയുമാണ് ഇവിടെയുള്ളത്. ഇനി നോക്കിയാലോ മറ്റ് ഏതെല്ലാം തരത്തിലുള്ള അന്യായമായിട്ടുള്ള തടങ്കലിന് എങ്ങനെയെല്ലാമാണ് ശിക്ഷ വിധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 3 ദിവസം അന്യായ തടവുണ്ട്. 3 ദിവസം അന്യായ തടവ് അല്ല, 3 ദിവസമോ അതിൽ കൂടുതലോ ഒരു വ്യക്തി അന്യായമായിട്ട് തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ തടങ്കലിൽ വയ്ക്കുന്നയാൾക്ക് 2 വർഷം തടവും പിഴയും ഉണ്ടാകും. IPC പ്രകാരമാണെങ്കിൽ 2 വർഷം തടവും പിഴയും IPC പ്രകാരം ഉണ്ടാകും. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 3 വർഷത്തെ തടവും 10000 രൂപ പിഴയും ഉണ്ടാകും. അപ്പോൾ 3 അതിൽ കൂടുതലോ ദിവസം ഒരു വ്യക്തിയെ തടങ്കലിൽ അന്യായമായി പാർപ്പിച്ചു കഴിഞ്ഞാൽ 3 വർഷം തടവ് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും 2 വർഷം തടവ് IPC പ്രകാരവുമുണ്ട്. ഇനിയോ 10ൽ കൂടുതൽ ദിവസം ഒരു വ്യക്തിയെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 10ൽ കൂടുതൽ ദിവസം ഒരു വ്യക്തിയെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് 3 വർഷം തടവ് ഉണ്ടാവും അല്ലെ. 3 വർഷം തടവും പിഴയും ഉണ്ടാവും. IPC പ്രകാരം 3 വർഷം തടവും പിഴയും ഉണ്ടാവും. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 10000 രൂപ പിഴയും 10000 രൂപ പിഴയും 5 വർഷത്തേക്ക് തടവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി റിട്ട് പുറപ്പെടുവിച്ച് ഒരു വ്യക്തിയെ അല്ലേ, റിട്ട് പുറപ്പെടുവിച്ചിട്ടാണ് ഒരു വ്യക്തിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിലോ അവിടെ 2 വർഷം, അതായത് ന്യായമായി സ്വാഭാവികമായ കാലയളവിലുള്ള ആ ഒരു തടങ്കലിന് പുറമെ അല്ലെങ്കിൽ തടവിന് പുറമെ 2 വർഷം കൂടി ശിക്ഷിക്കുണ്ടാവും അല്ലെ. 2 വർഷം കൂടി തടവ് ഉണ്ടാവും, അതേപോലെ പിഴയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. IPCയിലും ഭാരതീയ ന്യായ സംഹിതയിലും എക്സ്ട്രാ 2 വർഷം കൂടി നമ്മൾ നീണ്ടിരുന്നു തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി രഹസ്യമായിട്ട് തടവിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മറ്റൊരാളും അറിയാതെ മറ്റാരും അറിയാതെ ഇങ്ങനെ രഹസ്യമായിട്ട് വർഷങ്ങളോളം തടവിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 2 വർഷം എക്സ്ട്രാ തടവ് ശിക്ഷ കിട്ടും അല്ലെ. 2 വർഷം സ്വാഭാവികമായിട്ടുള്ള പരിധിക്ക് പുറമെ 2 വർഷം കൂടി എക്സ്ട്രാ കിട്ടുന്നതുമാണ് IPC പ്രകാരമെങ്കിൽ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 3 വർഷം എക്സ്ട്രാ ആയിട്ട് വീണ്ടും തടവിൽ കഴിയേണ്ട ഒരു സാഹചര്യം വരും. ഇനിയോ സ്വത്ത് കവരുന്നതിനായിട്ട് അല്ലെങ്കിൽ സ്വത്ത് തട്ടിയെടുക്കുന്നതിനായിട്ട് ഒരാളെ തടവിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബോധപൂർവമായിട്ടുള്ളൊരു കുറ്റമാണ് ചെയ്യുന്നത് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ തടവും പിഴയും കിട്ടുന്നതാണ് സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുപോയിട്ട് അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചു കഴിഞ്ഞാൽ. ഇനിയോ ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇടിച്ചോ പിടിച്ചോ ചോദ്യം ചെയ്തോ ഭേദ്യം ചെയ്തോ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് അന്യായമായിട്ട് തടങ്കലിൽ പാർപ്പിക്കുകയാണെങ്കിൽ 3 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴ ശിക്ഷയും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്നുള്ള കുറച്ച് സെക്ഷനുകളാണ്. സെക്ഷനുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.